വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പലതും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ ഉപേക്ഷിച്ചു എന്നതുപോലെ തന്നെയാണ് മതവിദ്യാഭ്യാസം ഉപേക്ഷിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മദ്രസ സംവിധാനത്തിൽ നിന്ന് പിന്മാറുകയാണ് പല ആളുകളും. 7ാം ക്ലാസ് എത്തുമ്പോഴേക്ക് പഠനം മതി, KG ക്ലാസ് തൊട്ടും തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. മദ്രസയിലേക്ക് വിടാൻ സമയമില്ല. എന്തേ കാര്യം? സ്കൂൾ ബസ് നേരത്തെ വരും. വൈകുന്നേരം എന്താ പണി? വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ട്യൂഷന് പറഞ്ഞയക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒന്നല്ല മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമുക്ക് 2 കാര്യങ്ങളും അനിവാര്യമാണ്. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലിയും മികച്ച കരിയറും ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിന് ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യം തന്നെ. എന്നാൽ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാശ്വതമായ ലോകത്ത് നമ്മുടെ കുട്ടിക്ക് വിജയിക്കുവാനുള്ള ആയുധമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടി ഈ ലോകത്ത് മാത്രം വിജയിച്ചാൽ മതിയോ? പോരാ, നാളത്തെ ലോകത്തും വിജയിക്കണം. അതുകൊണ്ട് മതവിദ്യാഭ്യാസം ഒരു കാരണവശത്താലും നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നല്ല. അതിനൊരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ടാകും. ട്യൂഷൻ ക്ലാസ്സുകളെന്നും ഹോളിഡേ ക്ലാസ്സുകളെന്നും അതുപോലെ വ്യത്യസ്തമായ ഫെസ്റ്റിവൽ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകും. ഇനി ഇപ്പൊ തുടങ്ങും ഉസ്താദന്മാരോട് നേരത്തെ വിടുവോ, നാളെ വന്നാൽ പോരെ, ഇന്ന് ലീവാണ്. എന്തേ കാര്യം? നമ്മള്